ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു തക്കാളിച്ചോറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ, തക്കാളിച്ചോറിൻ്റെ റെസിപ്പി ഇടുമെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഇന്നത്തെ റെസിപ്പി ചെയ്തിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ഈസി ആയിട്ട് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു കുക്കർ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു, അതുപോലെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഇനി അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഒരു 7 ഗ്രാമ്പു, 6 ഏലക്കായ, ഒരു 4 കഷ്ണം പട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 2 സവോള കട്ട് ചെയ്തതും ഒരു 3 പച്ചമുളക് കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നന്നായി വഴറ്റിയെടുക്കണം. പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ സവോളയൊക്കെ നന്നായി വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ നിറയെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടികൾ ചേർത്തെടുക്കുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. കാശ്മീരി ചില്ലിക്കൊക്കെ നല്ലൊരു പച്ചമണമായിരിക്കും കേട്ടോ. അത് മാറി കിട്ടുന്നത് വരെ നന്നായിട്ട് വഴറ്റിക്കൊണ്ടേയിരിക്കുക. ഇവ നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 4 തക്കാളി അരച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്ത് വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ എങ്കിൽ ഇങ്ങനെ ചേർക്കുമ്പോഴാണ് തക്കാളി ചോറിന് കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായി ഇളക്കി ഇതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. അതുപോലെ ആ തക്കാളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടണേ. ഇതിലുള്ള എണ്ണയൊക്കെ തെളിഞ്ഞു വരണം. അതുവരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ ഏകദേശം നമ്മുടെ തക്കാളിയിലെ വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 20 സോയാബീൻ നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് കട്ട് ചെയ്തതാണ്. അതിലുള്ള വെള്ളമൊക്കെ നന്നായി പിഴിഞ്ഞെടുക്കണം. ഇതിന് പകരം നിങ്ങൾക്ക് ഗ്രീൻ പീസും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ സോയാബീനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ ആവശ്യമില്ല, പക്ഷേ ഇത് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് 1 കപ്പ് മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആവശ്യത്തിന് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 2 ഗ്ലാസ് അരിയാട്ടോ എടുത്തിട്ടുള്ളത്. ബിരിയാണി റൈസാണ് എടുത്തിട്ടുള്ളത്. റേഷൻ അരിയിലൊക്കെ ചെയ്തെടുക്കാം. പക്ഷേ എങ്കിൽ ബിരിയാണി റൈസിൽ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് നന്നായി കഴുകി ക്ലീനാക്കി വെച്ചിരുന്നു. അത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് വെള്ളം ചേർക്കുമ്പോൾ നിങ്ങൾക്ക് തിളപ്പിച്ചതോ തിളപ്പിക്കാത്തയോ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ തിളപ്പിക്കാത്ത വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കറക്റ്റ് ആയിരിക്കും. ഞാനിവിടെ 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കുക. ഈ ടൈമിൽ തന്നെ ഉപ്പൊക്കെ കറക്റ്റായി ചേർത്ത് കൊടുക്കുക. നമ്മളിവിടെ ചേർത്തിരിക്കുന്ന ഉപ്പൊക്കെ കറക്റ്റ് ആണ്. ഇനി അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 1 വിസിൽ അടിച്ചെടുത്താൽ മതി. അപ്പം നമ്മൾ അടച്ച് വെച്ചിട്ട് 1 വിസിൽ അടിച്ചെടുത്തിട്ടുണ്ട്. 1 വിസിലിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം. അപ്പം നമ്മുടെ തക്കാളിച്ചോറ് അടിപൊളിയായി വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെ ബിരിയാണി റൈസിൻ്റെ അതേ സ്മെല്ലാണ് വരുന്നത്. ഈ ഒരു തക്കാളിച്ചോറാണെങ്കിൽ നമുക്ക് കറിയൊന്നും ഇല്ലാതെ കഴിക്കാം കേട്ടോ. എന്നാലും നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ ഒരു സലാഡ് ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ തക്കാളിച്ചോറിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുതേ. ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്